അപ്പോൾ ഇന്നൊരു 1 ബ്ലോക്കിൻ്റെ ഒരു വീഡിയോ ആണ്. ഞാൻ ഈ 1 ബ്ലോക്ക് മുമ്പ് കളിച്ചതാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ കളിച്ചിടുകയാണ് ഈ പ്രാവശ്യം. നോക്കാം നമ്മൾ എവിടെ എത്തിയെന്ന് നിങ്ങൾ കാണണം. ഞാനിപ്പോൾ ഫേസ് സ്റ്റോൺ എത്തി. എൻ്റെ അനിയൻ ഇവിടെ എത്തിച്ചു. എനിക്ക് തോന്നുന്നു പേടിയായിട്ടാണ്. എന്നാൽ ഇതെല്ലാം പോക്കാം. എന്തായാലും ഫോൺ ഡാമേജ് എടുക്കുന്നതാണ്. ഞാൻ ഇങ്ങനെ അധികം ഇടാറില്ല, പക്ഷേ ഇന്നൊന്ന് ഇട്ടുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സ്നോ ബോൾ ടെസ്റ്റിൽ വെക്കുക. ഇത് ഒരുപാടുണ്ട്, അതിനാണ് ഞാൻ ടെസ്റ്റിൽ വെക്കുന്നത്. ഓക്കെ, പോട്ട് ഇതൊന്നും വേണ്ട. അത് 2 സ്റ്റാക്ക് കൈപ്പിടിക്കുക. ചിലപ്പോൾ എന്തെങ്കിലും പറ്റിയല്ലോ, പറയാൻ പറ്റില്ല. എന്തെങ്കിലും വന്നാൽ അപ്പോടിട്ട് പൊട്ടിക്കും. നമ്മളത് അറിയില്ല. ഇനി നിങ്ങളടുത്ത് ഇങ്ങനെ വേസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ കുനിയും, നമ്മളിവിടെ പോവും, കളയും. ഇനി നമുക്ക് ഒന്നിങ്ങനെ കൈപ്പിടിക്കും. ഇനി നമുക്ക് നമ്മളെ ഇതിലേക്ക് തുടങ്ങാം. ഒരു ജലദോഷമുണ്ട്, അതുകൊണ്ട് ഇപ്പം വാങ്ങുന്ന എന്താടാ അടക്കാൻ പറ്റുന്നു. വെള്ളക്കം ഉണ്ടാക്കിക്കാം. എൻ്റെ അടുത്ത് ഞാൻ ഉണ്ടായിരുന്നു, പക്ഷേ ഒരു കോളർ ബെയർ വന്ന് അതിനെ തട്ടിയിട്ട് കളഞ്ഞു. ഒരു നല്ല അൺസറിനെല്ലാം കിട്ടിയായിരുന്നു, പക്ഷെ ഓനവനെ കൊന്നു. ഞാൻ സൗണ്ട് കൂട്ടുന്നതാണ്. ചെറിയ ലാഗൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ട് വെക്കണം. ചെയ്യുമ്പം കുറച്ച് പ്രയാസപ്പെടുന്നുണ്ട്. കൊണ്ട് ഗ്രൂപ്പിട്ടുണ്ട്. എനിക്കിത് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ പറയുമോ? ഇപ്പോൾ നമ്മൾ അടുത്ത് ഇതെത്തിയിട്ടുണ്ട്. ഞാൻ ഇത് ആദ്യം കളിക്കുമ്പോൾ 2 ബ്ലോക്ക് താത്തിയിട്ടാണ് ഞാൻ കളിക്കാൻ തുടങ്ങിയത്. നിങ്ങൾക്ക് കണ്ടപ്പോഴേ മനസ്സിലായിട്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ഒരു വുഡ് ഫാർമായിരിക്കും ഇവിടെ വരാൻ പോകുന്നത്. കണ്ടോ, ചെറുതാണ്. അതിനാണ് ഇങ്ങനെ ഞാൻ ശേഖരിക്കുന്നത്. ഇങ്ങനെ ശേഖരിച്ചത് ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്നിരുന്നു. എന്നിട്ട് ഞാൻ എൻ്റെ അടുത്ത് പിന്നെ ഇത് വളരുന്നേ ഉള്ളൂ. എൻ്റെ അടുത്ത് വെള്ളമാണ്. ഞാൻ മഴ പെയ്യുന്ന സമയം ഇങ്ങനെ ഹോൾ ചെയ്ത് വെച്ചു. അങ്ങനെയാണെങ്കിൽ വെള്ളം വരുമെന്ന് വെള്ളം നനയും. അന്നേരം ഞാൻ അങ്ങ് വെച്ചു. ഇങ്ങനെ വരുന്നതിനെ തടയാനായി നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒറ്റ മതി. എനിക്ക് തീരെ സ്ലോ ആണ്, കാരണം ചെറിയ ജലദോഷമെല്ലാം ഉണ്ട്. ആകെ വയ്യ. അതെൻ്റെ അനിയനാണ് ഗൈസ്, അത് ഞാനൊന്നും വിചാരിക്കണ്ട. വളരെ ആക്ഷനാണ്. അപ്പോൾ നമ്മളിനി ഇതെടുത്ത് ഇവിടെ കൊണ്ടുപോക്കും. നമ്മൾ ഇതിങ്ങനെ വെച്ച് ഇത് ബ്രേക്ക് ചെയ്യും. നേരം കണ്ടോ അത്രയ്ക്ക് വർക്കാവില്ല, പക്ഷെ എന്തായാലും വർക്കാവും.
ഇനി എന്തായാലും വർക്കാവും. അയ്യോ, എൻ്റെ അടുത്ത് പിക്കാക്സില്ല. അതാ വീണ്ടും നമുക്ക് TNT വരെ കിട്ടിയിരിക്കുന്നു. ഷുഗർ കെയിൻ എനിക്കിപ്പോൾ പറ്റില്ല. ഷുഗർ കെയിൻ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതുണ്ട്. അപ്പോൾ എൻ്റെ ക്യാരക്ടറിനെ ഞാൻ മാറ്റാൻ മറന്നു. എൻ്റെ അടുത്തൊരു സ്റ്റീവിൻ്റെ ഒരു ക്യാരക്ടർ തന്നെയാണ്, പക്ഷേ ഞാൻ വേഗം ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് മാറ്റാൻ കഴിഞ്ഞില്ല. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വേറൊരു ക്യാരക്ടർ നമുക്ക് എടുത്തു തരുന്നതാണ്. നമുക്കറിയില്ലാണ്ട് ഇങ്ങനെ എനിക്ക് അയൺ കിട്ടി. അത് ഫോറൻസ് കൊണ്ടുപോയിടാം. അതൊരു കറക്റ്റ് ചെയ്യാം. മഴ ഇവിടെ വരുന്നു, ഇതിടുന്നു. എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് 8 അയൺ ഉണ്ടല്ലോ. അയൺ എന്തിനാണ് ഗോൾഡ് എടുക്കുക? ഇങ്ങനെ അധികം വേസ്റ്റ്. അത് നമ്മളൊരു ഗോൾഡൻ പിക്കാക്സ് എടുത്തു. ഇതിങ്ങനെ എടുത്ത് ആവശ്യമുള്ള എന്തെങ്കിലും വരുമ്പോൾ ഇത് വെച്ച് നമ്മളങ്ങ് മൈൻ ചെയ്യും. അത്ര തന്നെ. ഞാൻ ആ ഫോക്സ് ശരിക്കും ഞാൻ വിചാരിച്ചു ആ ഫോക്സ് വീഴാന്ന്. ഭയങ്കര ലാഗാണ് ഗൈസ്. ഞാൻ മുമ്പ് കളിച്ചതാണ്, അതാണ് നിങ്ങൾ ഇതെല്ലാം കംപ്ലീറ്റ് ആയത് കാണുന്നത്. പക്ഷേ കളിച്ചു പോയി. പിന്നെ ഒന്നും കൂടി ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് പണിയാണ്. അതുകൊണ്ടാണ് ഗൈസ്. എൻ്റെ ഈ സ്റ്റോണിൻ്റെ പിക്കാക്സ് ഇപ്പോൾ പൊട്ടും. അതുകൊണ്ട് നമുക്കൊന്നും ഉണ്ടാക്കേണ്ടി വരും. സ്റ്റോണിൻ്റെ എടുക്കുന്നു. ഞാൻ ശരിക്കും വിചാരിച്ചു TNT ഇപ്പോൾ പൊട്ടിക്കരുത്. ഞാൻ പേടിച്ചു പോയി. ഫേർണിഷിലങ്ങനെ ഇത് വന്നു. നമുക്ക് വേണ്ടത് ഇത് സ്റ്റോണിൻ്റെ പിക്കാക്സ് ആണ്. കണ്ടോ, ഒരെണ്ണം കൂടി ഉണ്ടാക്കുക. 2 ഉണ്ടാക്കിയാൽ ഏറ്റവും നല്ലത്. പിന്നെ എൻ്റെ അടുത്ത് ആകെയുള്ള ഫുഡ് ഇതാണ്. വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ 2 പീസ് ഐസ് വെച്ചിട്ടുണ്ട്. റെഡ് സ്റ്റോൺ ഇപ്പോൾ നമ്മൾ ഗോൾഡ് അങ്ങനെ മാറ്റണം. ഞാൻ ഇത്രക്ക് പരിചയമൊന്നുമില്ല. വേറെ കുറച്ച് നേരം ഹീൽ ചെയ്യണം. നമ്മുടെ അടുത്ത് ഒരു പീസ് ഡസ്റ്റ് നമ്മളവിടെ കൊണ്ടുപോയിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കും എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഇങ്ങനെ പച്ചപ്പുള്ളതാണ്. അതിന് കാരണം ഞാനിങ്ങനെ കളിക്കുമ്പോൾ ഒരു പീസ് ഗ്രാസ് അതിൻ്റെ താഴെ വെച്ചു. എന്നിട്ട് ഞാൻ ഇവിടെ താഴെ കുറേ ഐലൻഡ്സ് ഇവിടെ താഴെ ഇങ്ങനെ ഐലൻഡ്സ് ഉണ്ട്. അവിടെ ഇറങ്ങി ഞാൻ കുറച്ച് ഗ്രാസ് എല്ലാം കളക്ട് ചെയ്ത് ആ സമയം കൊണ്ട് ഇതിങ്ങനെ വളർന്നു. ഒരെണ്ണം വളർന്നപ്പോഴത്തേക്ക് ഞാൻ പൊട്ടിച്ചു. അതായത് ഇങ്ങനെ പടർന്നു നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മനസ്സിലായിട്ടില്ലെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കാം. അയ്യോ, എടുത്ത് വരുന്ന ഫുഡ് ഒരു പീസ് വീറ്റ്, പിന്നെ റോട്ടൻ ഫ്ലഷ്.
അതിൻ്റെ അത്ര കാര്യമൊന്നും ഇല്ല. പക്ഷെ ഹീലിയം കാരണം കുറച്ച് ഭയങ്കരമായിട്ട് ഗ്ലിച്ചായിട്ടുണ്ടാവും. ഞാൻ എന്നും നോക്കിയിട്ടിടാം. ഇപ്പോൾ നമ്മൾ 10 മിനിറ്റായി കളിക്കുന്നത്. ഞാൻ ഹീൽ ചെയ്യാൻ വേണ്ടി കാത്തിക്കുന്ന ആണ് എൻ്റെ അനിയൻ. ഓൻ്റെ വർത്താനം നിങ്ങൾക്ക് കേൾക്കും. ഓൻ പറയുന്നവർ നിങ്ങൾ ചേട്ടനേറ്റുന്നില്ല. മറ്റുള്ള വീഡിയോ കോപ്പി അടിച്ച് ചെയ്യുന്നു. പക്ഷെ എന്തായാലും പറഞ്ഞല്ലേ, ചെറിയൊരു ചെക്കനല്ലോ അവൻ പറഞ്ഞല്ലേ, അതുകൊണ്ട് നിങ്ങളെന്തായാലും ചേരേ. ഒരു ചെറിയ മനസ്സല്ലേ ഉള്ളൂ. എന്താവും പറയുന്ന പോലെ ഒന്ന് ചെയ്യണേ പ്ലീസ്. നമ്മൾ ഇത് ടിക്കറ്റ്സ് നമ്മൾ ഇതിൻ്റെ അടുത്ത് പോകുന്നു. ഇതാണ് എൻ്റെ പുതിയ ഡസ്റ്റ്ബിൻ. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്, ഇതാണ് എൻ്റെ പുതിയ ഡസ്റ്റ്ബിൻ. ടീനിയൊന്നും വേണ്ട, അറിയാൻ പറ്റും. പോയി അതാണ് ഡസ്റ്റ്ബിന്നിൽ എറിഞ്ഞ ശരിയല്ല എന്ന് തോന്നുന്നു. ഇവിടെ പോകുന്ന ഇങ്ങനെ എറിയുന്നു. പോട്ടെ എന്തോ ഡസ്റ്റ്ബിൻ, നീ ഇങ്ങനെ ഡസ്റ്റ്ബിൻ ശരിയല്ല ഗൈസ്. ഓക്കെ, ഇപ്പോഴാണ് എൻ്റെ ഡസ്റ്റ്ബിൻ വർക്കാവുന്നത്. ഗൈസ്, ഞാൻ ഈ റെക്കോർഡ് ബട്ടണിൽ കുറേ നേരമായ ഭാഗത്ത് കളിക്കുന്നു. ഇതുപോലെ ജലദോഷമുണ്ട്. ഗൈസ്